ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ രാവിലെയും കാലൊക്കെ തന്നെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ ഇന്ന് ചെറിയൊരു ബസ് ഡ്രൈവിംഗ് കാലും ജോലിയാണ് കേട്ടോ ഗൈസ്. അപ്പം ഞാൻ രാവിലെ തന്നെ കയറി നമ്മൾ സ്വിമ്മിംഗ് പൂളിലങ്ങ് ചാടി. വല്ലാത്ത തണുപ്പ് കേട്ടോ ഗൈസ്, നല്ല തണുപ്പും കാലൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ വിചാരിച്ച കണക്കല്ല ഗൈസ്. ഈ ഒരു സൈഡ് ഇവിടെ ചൂട് കാണും, വെയിലടിക്കുന്നുണ്ട്. എൻ്റെ മോനെ അടിപൊളി ചൂടും ഈ ഒരു തണുപ്പും കൂടെ ചേർന്നുള്ള അടിപൊളി ഒരു ഫീലിങ്സ് ആണ്. അപ്പം ഞാനാണെങ്കിൽ ആ വെള്ളത്തിലും കാലൊക്കെ കയറിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കാണെങ്കിൽ ഇന്ന് ജിമ്മിൽ പോയൊന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത് നമ്മളെ മസിലിക്കൊന്ന് പെരുപ്പിക്കണം. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ നേരെ സ്റ്റിയറിങ് കാലൊക്കെ കയറി നമുക്ക് മേളിലും കാലൊക്കെ പോവണം. എന്നിട്ടാണെങ്കിൽ അവിടെ ചെന്ന് തന്നെ നമ്മളെ മസിലേക്ക് ഒന്ന് പെരുപ്പിച്ച് അടിപൊളിയാക്കിയിട്ട് കാണാം ഗൈസ്. കൈ മാത്രം പെരുപ്പിച്ച് ഒരുമാതിരി ഇരിക്കും, അതുകൊണ്ട് തന്നെ നമ്മൾ ബോഡി ഫുള്ളങ്ങ് പെരുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മണ്ടയിൽ ഞാൻ എന്തിനാണ് ഗൈസ് വലിഞ്ഞു കയറി. എൻ്റെ ഇത് പോയി ഗൈസ്. എൻ്റെ കാൽ ഒടിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഗൈസ്. നമ്മുടെ കാലിനൊരു കുഴപ്പമില്ല ഗൈസ്, പിന്നെ ഈ രക്തം ഇവിടുന്ന് വന്ന് ഗൈസ് വല്ല കളർ പൊടി വല്ലതും ആയിരിക്കും കേട്ടോ ഗൈസ്. നമുക്കാണെങ്കിൽ ഒന്ന് ഓടുന്ന വർക്കൗട്ടിലോട്ട് ഞങ്ങളൊക്കെ ചാടി കയറിയിട്ടുണ്ട്. നമുക്ക് റണ്ണായിരിക്കണം, ഇച്ചിരി നമുക്ക് ഇന്ന് ഈ റണ്ണിൻ്റെ വർക്കൗട്ട് ചെയ്യാം ഗൈസ്. റണ്ണിൻ്റെ വർക്കൗട്ട് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്കൗട്ട്. ഈ ഒരു വർക്കൗട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്കൗട്ട് എന്ന് വെച്ചാൽ എനിക്ക് റണ്ണിൻ്റെ ആണ് കേട്ടോ ഗൈസ്. അടിപൊളിയാണ്. ഇങ്ങനെ നിന്ന് നമ്മളൊക്കെ നടന്നെടുത്താൽ നമ്മളൊരു ക്ഷീണം അനുഭവിക്കരുത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല, ക്ഷീണമൊക്കെ അനുഭവിക്കും. പിന്നെ നമുക്ക് ഇനി ഡംബിൾസ് എന്ന് വെക്കാം ഗൈസ്. ഡംബിൾസിൻ്റെ മുകളിൽ കയറുന്ന ഗൈസ് നമുക്ക് പൊക്കാം ഗൈസ്. എൻ്റെ മോനെ ഗൈസ്, ഇത്രയും മതി കേട്ടോ ഗൈസ്. ഇനി കൂടുതലായ അങ്ങ് കൂടിപ്പോവും ഗൈസ്. നമ്മൾ ബലൂൺ പോലെ വീർത്തിട്ട് ഗൈസ് ആകാശത്തിൽക്കൂടെ പിന്നെ പറന്ന് കളിക്കേണ്ട അവസ്ഥയാവും. അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ നമ്മളെ വർക്കൗട്ടിങ് ആളൊക്കെ നിർത്തിയതിന് ശേഷം ഒരു നല്ല ഇവിടെ ഒന്നും കാപ്പിയൊന്നും ഇല്ല കേട്ടോ ഗൈസ്. വെറുതെ നമുക്ക് ഇവിടെ വന്ന് നിൽക്കാം ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ കാപ്പിങ് ആളൊക്കെ നമ്മൾ കുടിച്ചിട്ടില്ല ഗൈസ്. നമ്മൾ അനത്തി വെച്ചാലേ ഗൈസ് കുടിക്കാൻ പറ്റത്തുള്ളൂ, നമ്മൾ കുടിച്ചിട്ടില്ല. അടുത്ത നമുക്ക് ഡ്രസ്സും ആളൊക്കെ ഇടണം. നമ്മൾ വൈറ്റ് ഷർട്ടാണ് കേട്ടോ ഗൈസ് നമ്മൾ ഇടാൻ പോകുന്നത് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നൈസിന് നമ്മളെ ഇത് ഫോണിൽ നിന്നാണ് ഗൈസ് നമ്മൾ ഡ്രസ്സ് ഇടുന്നത് കേട്ടോ ഗൈസ്. ഓട്ടോമാറ്റിക് ഡ്രസ്സിൻ്റെ ഇതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെയാണെങ്കിൽ ഡ്രസ്സും കാലൊക്കെ ഇട്ട് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ബസ്സിൽ കയറി നമ്മൾ ഡ്രൈവിങ് കാലൊക്കെ തുടങ്ങാം ഗൈസ്. ഇന്ന് എല്ലാവരും ഫീസ് തന്നാൽ മതിയായിരുന്നു കേട്ടോ ഗൈസ്. കുറേ ദിവസം കൊണ്ട് ഓടിക്കുകയാണ്, ആരും ഇതുവരെയായിട്ട് നമുക്ക് കൈനീട്ടം പോലും തന്നിട്ടില്ല ഗൈസ്. അതാണ് ദുഃഖ വാർത്ത ഗൈസ്. പിന്നെ നമ്മളെ റൂട്ടിലോട്ട് കാലൊക്കെ നമ്മൾ ബസ്സും കാലൊക്കെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ വരിയിലാണെങ്കിൽ ഒറ്റ മനുഷ്യന് ഒരു നിർത്തി കൊടുക്കാം ഗൈസ്. ആ സാറിങ്ങ് പോട്ട് ഗൈസ്. ഇനി നമ്മളെ വണ്ടിയും കാലൊക്കെ എടുക്കാം ഗൈസ്. അയാളെങ്ങനെ ഗൈസ് വീണത്, നമ്മൾ വണ്ടി മാറ്റി കൊടുത്തില്ല ഗൈസ്. അയാൾ തന്നെ നമ്മളെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് ആത്മഹത്യ ചെയ്യാൻ നോക്കിയതാണ്. അയാളും കാളൊക്കെ നേരെ ഇപ്പം മേളിൽ പോയി നമ്മളെ കാണുകയാണ് ഗൈസ്. നമുക്കാണെങ്കിൽ നേരെ കാളൊക്കെ നമ്മളെ വണ്ടി കാളൊക്കെ ഇന്ന് കത്തിച്ച് വിടുന്നുണ്ട്. ഇവിടുന്ന് ഒറ്റ വളവുണ്ട് കേട്ടോ ഗൈസ്. ഗൈസ് അടിപൊളി പ്രൊഫഷണലായിട്ട് നമ്മൾ വളച്ച് ഗൈസ്. അടിപൊളി ഒരു വളയ്ക്കലായിരുന്നു. ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ്റ് കയറാറുണ്ട് ഗൈസ്. ഇവന്മാരൊക്കെ പെട്ടെന്ന് കയറും. ഒരിടത്തുണ്ട് ഗൈസ്, അവൻ എത്ര നേരം എടുക്കുമെന്ന് നമുക്ക് പോലും അറിഞ്ഞുകൂടാ കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടുത്തവന്മാരെന്തായാലും നേരത്തെ ആളൊക്കെ വരും, സമയത്തും കാലത്തും ഒക്കെ. മറ്റവനാണെങ്കിൽ വരാൻ താമസിക്കും. അടുത്തതായി നമുക്ക് നേരെ പോകണ്ട ഗൈസ്. ആ കാർ അറിയാതിരിച്ചതൊന്നും കുഴപ്പമില്ല, നമുക്ക് നേരെ പോകേണ്ട ഗൈസ്. നമുക്ക് വഴി തെറ്റിപ്പോയി. നമുക്ക് പയ്യെ ഇങ്ങനെ ഇതാക്കാം ഗൈസ്. നമുക്കാണെങ്കിൽ നേരെ നമുക്ക് കത്തിച്ചും കാലൊക്കെ വിടാൻ പറ്റത്തില്ല ഗൈസ്. ഈ വണ്ടിക്കാണെങ്കിൽ ഒട്ടും സ്പീഡില്ല കേട്ടോ ഗൈസ്. അതിനെക്കാട്ടി നല്ല KSRTC തന്നെ ബസ്സാണ് ഗൈസ് നല്ലത്. അപ്പം നമ്മളാണെങ്കിൽ ഈ കാറിൻ്റെ ഇടയ്ക്കിടെയൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ ഗൈസ്. സമയത്തിന് അവിടെ ചെല്ലണ്ടേ ഗൈസ്. ഇവിടെ നിന്ന് നമുക്ക് വളയ്ക്കാം ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് വളയ്ക്കാം ഗൈസ്. വരി അറിയാതെ ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ട് ഗൈസ്. നമുക്കാണെങ്കിൽ നൈസിന് ബാക്കും കാലൊക്കെ എടുത്തുകൊണ്ട് പോകാം. ബാക്ക് എടുക്കുമ്പോൾ അയാളെ കാറി തട്ടാതിരുന്നാൽ മതി. അയാളാണെങ്കിൽ ഡോറും കാലൊക്കെ തുറന്നിട്ടിട്ടാണ് ഓട്ടിക്കുന്നത് ഗൈസ്. കാറ്റ് കിട്ടാണെന്നാണ് തോന്നുന്നത് ഗൈസ്. അപ്പം അയാൾ വല്ലാത്ത ഇതാണ് ഗൈസ് കാണിച്ച ഡോറ് വരെ തുറന്നിട്ടേക്കുന്നത് ഗൈസ്. നമുക്ക് നൈസിന് നമ്മളെ വണ്ടി ഇവിടെ നിന്ന് റിവേഴ്സ് അടിക്കണം. അയാൾ പോയി കാണും ഗൈസ്. അയാളൊരു വട്ടനാണ് ഗൈസ്. കണ്ടോ ഗൈസ്, റോഡിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് വണ്ടി ഇട്ടേക്കുന്ന വട്ടനാണ് ഗൈസ്. ഒരു പ്രാന്താണ് കേട്ടോ ഗൈസ് അയാൾക്ക്. നമുക്കത് നോക്കിക്കാൻ സ്ഥലമില്ല. നമുക്കാണെങ്കിൽ നമ്മളിങ്ങടെ അവിടെ ഇന്ന ഗൈസ് നമ്മളിങ്ങടെ വട്ടനാന്ന് വിചാരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളവിടെ നിൽക്കുന്നില്ല. നമ്മളിന്ന് ഗ്രാമത്തിൽ കൂടെയാണ് ഗൈസ് പോകുന്നത്. ഗ്രാമത്തിൽ കൂടെ പോകുന്ന അടിപൊളി ഒരു വൈബാണ് കേട്ടോ ഗൈസ്. വൈബ് എന്ന് വെച്ചാൽ കിടുക്കാച്ചി വൈബാണ് ഗ്രാമത്തിൽ കൂടെ പോകുന്ന. അപ്പോൾ ഗൈസ് നമ്മൾ നൈസിന് ഇന്ന് ഗ്രാമത്തിൽ കയറുമ്പോൾ അടുത്ത ചേച്ചി നമ്മൾ അറിയാതെ ഇടിച്ചിട്ടുണ്ട്. അവർ ആംബുലൻസ് വന്ന് തൂക്കിക്കൊണ്ട് പോയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നമ്മളാണെങ്കിൽ ഇവിടെ കയറിയിട്ടുണ്ട്. അടുത്ത് ഇവിടുന്ന് 2 വീട്ടുകാരാണ് ഗൈസ് കയറുന്നത്. അപ്പോൾ
ഇവിടെ കയറിയിട്ടുണ്ട്. പയ്യെന്ന് നമുക്ക് കയറാൻ ഗൈസ്. അപ്പോൾ നമ്മൾ കയറുകയാണ് ഗൈസ്. ഈ ഒരു വരി ഭയങ്കര പാടാണ് ഗൈസ്. ഇടിച്ചില്ലെന്നാണ് ഗൈസ് ഈ ഒരു വരിയുടെ പേര്. ഗൈസ് വല്ലാത്തൊരു പേരാണ് കേട്ടോ ഗൈസ് ഈ ഒരു വരിക്ക് കൊടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ ഭയങ്കര കൂറ്റൻ വളവാണ്. അപ്പോൾ ഇനി ഇവിടുത്തെ ഉള്ളൊരു ചെറുക്കൻ കയറാനുണ്ട്. അവനൊക്കെ പെട്ടെന്ന് തന്നെ കയറിക്കോണം. വേറൊരു ചെറുക്കനെന്ന് വെച്ചാൽ അശ്രദ്ധ വിട്ട ചെറുക്കനാണ്. അവൻ ഒരിക്കലും കയറത്തില്ല വണ്ടിയിൽ. ഒരിക്കലും കയറത്തില്ല എന്നല്ല, സമയത്തിന് വരത്തില്ല. അവന് കൃത്യനിഷ്ഠത ഇല്ലെന്ന് തന്നെ പറയാം. നമുക്കാണെങ്കിൽ നേരെ അടുത്ത സ്റ്റുഡൻറ്റിൽ ഇങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഗൈസ്. ഇവനാണോ എന്ന് എനിക്കറിഞ്ഞൂടെ ഗൈസ്. ഞാൻ കുറേ ദിവസമായി ഈ ഒരു ജോലിക്ക് ഇറങ്ങിയിട്ട് ഗൈസ്. ഇവൻ തന്നെ ഗൈസ്. ഇവിടെ കുറേ നേരം പോസ്റ്റ് അടിക്കും. ഇവനൊക്കെ നേരത്തെ ഒന്ന് ഒരുങ്ങി ഇരുന്നൂടെ ഗൈസ്. ഇപ്പോഴാണ് ഗൈസ് അവൻ കുളിക്കാൻ പോകുന്നത് വരെ ഗൈസ്. എന്തായാലും അവനെയും കയറ്റിയിട്ടുണ്ട് ഗൈസ്. നമുക്കാണെങ്കിൽ നേരെ നമുക്ക് പോവാം ഗൈസ്. നമുക്കാണെങ്കിൽ പെട്രോളും കാലൊക്കെ അടിക്കാനുണ്ട് ഗൈസ്. നമ്മൾ പെട്രോൾ പമ്പിൽ കയറി ഒന്ന് പെട്രോൾ അടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ നേരെ പോയിട്ട് നമ്മൾ പെട്രോളും കാലൊക്കെ അടിക്കാൻ നമ്മൾ പെട്രോൾ പമ്പിൽ പോകണം ഗൈസ്. നമ്മളെ വണ്ടിയിലുള്ള സ്റ്റുഡൻസ് ആരും നമുക്കിത് ഫീസ് തന്നില്ലേ ഗൈസ്. അതാണ് ഗൈസ് ഇപ്പം വിഷമം എനിക്ക്. ഗൈസ് അപ്പം നമുക്കന്ന് നേരെ കയറി പെട്രോൾ അടിക്കാം ഗൈസ്. നമുക്ക് നേരെ പോയി പെട്രോളും കാലൊക്കെ അടിക്കണം. അപ്പം നമുക്ക് നൈസിന് ഇവിടുന്ന് വളയ്ക്കണം. ഇവിടെ വല്ലതും വണ്ടി തട്ടുകയാണെങ്കിൽ ഗൈസ് ഫുള്ള് ഡാമേജ് ആവും. ഇവിടെ ആണെങ്കിൽ പെട്രോളും കൂടെ ആണ് ഗൈസ് ഇരിക്കുന്നത്. എല്ലാം കൂടെ കത്തി പിടിക്കും. അല്ലെങ്കിൽ ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് പയ്യെ ചെറിയ വളവേ ഉള്ളൂ കേട്ടോ ഗൈസ്. ഇവിടെയൊക്കെ കയറാനാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇവിടെ ഇച്ചിരി സ്റ്റോപ്പാണ് ഗൈസ്. പെട്രോൾ അടിക്കണം ഗൈസ്. അപ്പം നമുക്ക് ഇച്ചിരി പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് നമ്മളെ വണ്ടികളൊക്കെ ഇവിടുന്ന് റിവേഴ്സുകളൊക്കെ എടുത്ത് നമുക്ക് നേരെ നമ്മളെ സ്കൂളിൻ്റെ അങ്ങോട്ട് വിടാം. ഇനി ഇവിടെ വലുതായിട്ട് പിള്ളേരില്ല കേട്ടോ ഗൈസ്. വേറെ അവിടെ ആയിട്ട് ഒരു ചെറുക്കനുണ്ട്, അതും കൂടെ ഉള്ളു ഗൈസ്. ഇന്ന് നമുക്കാണെങ്കിൽ നേരെ ആ ചെറുക്കനെ ആളൊക്കെ കയറ്റണം. നമുക്ക് ഫ്രണ്ടിലൊരു വണ്ടി പോകുന്നുണ്ട്. ഇടിക്കല്ലേ ഗൈസ്. ഇന്ന് ഫുള്ള് ഇടിയുടെ കളിയാണ് കേട്ടോ ഗൈസ്. ഇനി എൻ്റെ മോനെ ബ്രേക്ക് ഓടിച്ചിട്ടിരിക്കും ഗൈസ്. അവൻ എന്തായാലും തെറ്റിപ്പോയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു നമ്മളെ വണ്ടിയുടെ അടിയിൽ കയറി ഇരിക്കുന്നതാണെന്ന്. എന്തായാലും അവനും കാളൊക്കെ പോയി ഗൈസ്. രക്ഷപ്പെട്ടു ഗൈസ്. നീ അടുത്ത ഇവിടെ ആയിട്ടാണ്ടാണ് കേട്ടോ ഗൈസ് അവനുള്ളത്. ഇവിടുത്തെ സ്റ്റുഡൻറ്റ് ഇവിടെ ആയിട്ടുള്ളതാണ് കേട്ടോ ഗൈസ്. ഇവിടെ അടുത്തവനുണ്ട് കേട്ടോ ഗൈസ്. നീ അവൻ കയറാൻ ഭയങ്കര പാടാണ് ഗൈസ്. ഇവന്മാരൊക്കെ ഭയങ്കര ലേറ്റാണ് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഇവിടെ നിന്ന് പിള്ളേരെ കയറ്റിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് നേരെ ഇന്ന് സ്കൂളിലോട്ട് ആളൊക്കെ അങ്ങ് പോവാം ഗൈസ്. വേറെ ആരും ഇല്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഗൈസ്. ഇടിക്കല്ലേ ഗൈസ്. അപ്പോൾ ആരും ഇല്ല കേട്ടോ ഗൈസ്. ഇനി ആരും ഇല്ല. നമുക്കിന്ന് നേരെ സ്കൂളിലോട്ടാണ് ഗൈസ് നമ്മളെ റൂട്ടും ആളും വരുന്നത്. അടുത്ത നമ്മളെ മാപ്പ് നമ്മളെ സ്കൂളിലോട്ടാണ് കാണിക്കുന്നത്. അടുത്ത് നമുക്ക് ഇന്ന് സ്കൂളിലോട്ടും ആളൊക്കെ പോവാം. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ നേരെ നമ്മളെ സ്കൂളിലോട്ടും ആളൊക്കെ പോവുകയാണ്. ഇവിടുത്തെ ഈ പോസ്റ്റ് ഇടിക്കല്ലേ ഗൈസ്. ഇന്ന് ഫുള്ള് ഇടിക്കലായിരുന്നു ഗൈസ് നമ്മളെ ബസ്. അത് ഇടിച്ചിട്ട് ഗൈസ്. നീ എത്ര രൂപയാണ് ഗൈസ് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന ഗൈസ്. എത്ര പേരെയാണ് ഗൈസ് ഇടിച്ചത്. നീ സ്കൂളിൽ നിന്ന് പോയിട്ട് വേണം ഗൈസ് എല്ലാവർക്കും നമുക്ക് പോയി പൈസകളൊക്കെ കൊടുക്കാൻ. അപ്പം നമുക്ക് ഇനി നമ്മളെ സ്കൂളിലോട്ട് ആളൊക്കെ വന്ന് നമ്മളെ ഡ്യൂട്ടി അങ്ങ് തീർന്നിട്ടുണ്ട് കേട്ടോ. നീ വീട്ടിൽ പോയിട്ട് നമുക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാം ഗൈസ്. പിന്നെ നമുക്ക് വൈകിട്ട് വല്ലതൊക്കെ വന്നാൽ മതി ഗൈസ്. വൈകിട്ട് വരേണ്ടുള്ള ആവശ്യമില്ല ഗൈസ്. ചിലപ്പം വീട് വിളിക്കുമ്പോൾ നമുക്ക് വരേണ്ടി വരും. അപ്പം നമ്മളെ ബസ്സുകളൊക്കെ അവിടെ നമ്മൾ പാർക്കിങ്ങുകളൊക്കെ ചെയ്തിടുകയാണ് ഗൈസ്. നമ്മളെ ഇന്നത്തെ ഡ്യൂട്ടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.